ഹായ് ഫ്രണ്ട്സ്, കരിക്കേട്ടിൽ പോട്ട് ചെയ്ത് വരുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഏത് പ്ലാന്റാണോ നമ്മൾ നടാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിന് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെക്കണം. അതിനുശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത് മുഴുവനായി ഇളകി വരും. കരിക്കട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊന്നും തന്നെ കളയണ്ട. അതിന് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ കലക്കിയ സാഫ് എന്ന ഫംഗിസൈഡിലാണ് നമ്മൾ മുക്കി വയ്ക്കുന്നത്. വളക്കടകളിൽ സുലഭമായി മേടിക്കാൻ ലഭിക്കുന്ന ഫംഗിസൈഡാണ് സാഫ്. അതിനുശേഷം നമ്മൾ നിറയെ ഹോൾസിലൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഈ പ്ലാന്റിനെ നടുന്നത്. അതിന് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഓടിൻ്റെ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കണം. അതിൻ്റെ മുകളിലായി കുറച്ച് കരിക്കട്ട, നമ്മൾ നല്ല കട്ട പോലത്തെ കരിക്കട്ട വേണം ഇട്ട് കൊടുക്കാൻ, പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്. നല്ല കരിക്കട്ട ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് പ്ലാന്റ് വെച്ച് കൊടുക്കണം. പ്ലാന്റിൻ്റെ പുതിയ ഷൂട്ട്സ് വരുന്ന ഭാഗം, അതായത് റൂട്ട്സും ഷൂട്ട്സൊക്കെ വരുന്ന ആ നടുഭാഗം ഒരിക്കലും നമ്മൾ കരിക്കട്ടയിട്ട് അടഞ്ഞു പോകരുത്. പ്ലാന്റിൻ്റെ ചുറ്റിനും കരിക്കട്ട ഇട്ട് കൊടുത്ത് പ്ലാന്റ് നല്ല ഉറച്ച ശേഷം നമുക്ക് അതിനെ നല്ല തണലുള്ളൊരു സ്ഥലത്ത് വയ്ക്കാം. പുതിയ റൂട്ട്സ് വരുന്നിടം വരെ നമ്മൾ അതിനെ തണലത്ത് തന്നെ വെക്കണം. ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ റൂട്ട്സ് നിറയെ വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ പുതിയ റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വെള്ളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ആദ്യം പ്ലാന്റിനെ വയ്ക്കാം. അതിനുശേഷം പയ്യെ പ്ലാന്റിനെ നമുക്ക് സ്ഥിരമായിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 11 മണി വരെയൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പ്ലാന്റിനെ സ്ഥിരമായിട്ട് വയ്ക്കാം. Thank you.